ഇന്ന് വീട്ടിൽ ചിക്കൻ ബിരിയാണിയാണ്. അതിലേക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അത് ഇനി ദം ചെയ്യാം കേട്ടോ. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കി നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു ബേസിനിലോട്ട് മാറ്റാം. ഇനി വാഴയില കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോറ് വിളമ്പിയാലോ. ഊണ് കഴിക്കുന്ന അത്ര വരില്ലെങ്കിലും ബിരിയാണി വാഴയിലേക്ക് കഴിക്കാൻ നല്ല ഫീലാണ് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന ദം ബിരിയാണി നല്ല അടിപൊളി ഫീലാണ്. പിന്നെ ബിരിയാണിൻ്റെ കൂടെ സൈഡായിട്ട് കച്ചമ്പറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പപ്പടം ഉണ്ട്. പപ്പടം ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിൽ മുളക് പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് കച്ചമ്പർ എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം. ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം ആ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ്റെ പീസിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. റൈസ് വേവൊക്കെ കറക്റ്റാണ്. അതിങ്ങനെ കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫ്ലേവർ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇനി കുറച്ച് കച്ചമ്പറും ഒരു പീസ് പപ്പടം എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് ചിക്കനും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.